ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. ശ്രദ്ധിച്ച് ഓരോ പോയിന്റും നോട്ട് എഴുതി പഠിക്കുക. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് CSEB എക്സാമിനും അതുപോലെ തന്നെ PSC നടത്തുന്ന എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഹൗസിംഗ് സൊസൈറ്റി? ഹൗസിംഗ് സൊസൈറ്റിയുടെ ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആർ പർച്ചേസ് ഓഫ് ലാൻഡ്, ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ഹൗസസ് ആൻഡ് ഫ്ലാറ്റ്സ്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് പർച്ചേസ് ചെയ്യുക, ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ചെയ്യുക, പിന്നെ അവിടെ അവർ ആ ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ ഹൗസും ഫ്ലാറ്റും ഒക്കെ പണിയുക. ഇതാണ് പ്രധാനപ്പെട്ട ഹൗസിംഗ് സൊസൈറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റി? ഹൗസിംഗ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് ആയി അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ, ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അറിയപ്പെടുന്നതിൽ വെച്ച് ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി ഏതാണ്? സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ഏതാണ്? സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ദ ഇയർ ഇൻ വിച്ച് സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഏത് വർഷമാണ് സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് നിലവിൽ വന്നത്? 1905 ബോംബെയിലാണ് സരസ്വത് ഹൗസിംഗ് സൊസൈറ്റി നിലവിൽ വന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഫോംഡ് അറ്റ് ബാംഗ്ലൂർ ഇൻ. ഏതു വർഷമാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ബാംഗ്ലൂരിൽ നിലവിൽ വന്നത്? ഡിസംബർ 1, 1909 എന്നാണ്. ഡിസംബർ 1, 1909. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് നാഷണൽ ഫെഡറേഷൻ ഹൗസിംഗ് കോപ്പറേറ്റീവ് സെറ്റപ്പ്. ഹൗസിംഗ് കോപ്പറേറ്റീവിന് വേണ്ടിയിട്ടുള്ള നാഷണൽ ഫെഡറേഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1969. അടുത്തത്, ഹൗസിംഗ് സൊസൈറ്റി സെറ്റപ്പ് അറ്റ് മൈസൂർ സ്റ്റേറ്റ്. പണ്ടത്തെ മൈസൂർ സ്റ്റേറ്റിൽ ഹൗസിംഗ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? 1909. ബാംഗ്ലൂര് ചോദിച്ചാലും മൈസൂർ ചോദിച്ചാലും വർഷം 1909. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് ഹൗസ് ഫെഡ് രജിസ്റ്റേർഡ് ഇൻ കേരള. കേരളത്തിൽ ഹൗസ് ഫെഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1970 ഏപ്രിൽ 23. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെങ്കിൽ പല റാങ്ക് ഫയലിലും ഡേറ്റ് വേറെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതൊരു PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യന്റെ അതേ രീതിയിലാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. 1970 എന്നുള്ള വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹൗസ് ഫെഡ്? ഹൗസ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, 50% അവർ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് വെയർ കോൺസെൻട്രേറ്റഡ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഡാഷ്. ഉള്ള പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ്സിന്റെ 50% മഹാരാഷ്ട്രയും പിന്നെ എവിടെയാണ് നിലകൊള്ളുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുജറാത്ത്. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ഹൗസിംഗ് സൊസൈറ്റി? റൂറൽ ഹൗസിംഗ് സൊസൈറ്റിയുടെയും അർബൻ ഹൗസിംഗ് സൊസൈറ്റിയുടെയും റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അതിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് റെക്കമെൻഡേഷൻ നടത്തിയത് ഏത് കമ്മിറ്റിയാണ്? സരയ്യ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി അപ്പോയിന്റഡ് ടു എക്സാമിൻ ദ ക്വസ്റ്റ്യൻ ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് അർബൻ ഹൗസിംഗ് സ്കീം? അതായത് അർബൻ ഹൗസിംഗ് സ്കീമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പ്രൊഫസർ താക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിൽ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ, കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ സോഴ്സസ് ഓഫ് ഫിനാൻസ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റി ഈസ്. ഹൗസിംഗ് സൊസൈറ്റീസിന്
ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫിനാൻസ് നൽകുന്നത് ആരാണ്? ആൻസർ LIC. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റി. പല വിധത്തിലുള്ള ഹൗസിംഗ് സൊസൈറ്റി ഉണ്ട്. ആദ്യത്തേതാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. ലോങ് ടേം ലോൺ are to provided to the members and they construct the houses on the site already owned by them. അതായത് മെമ്പേഴ്സിന് ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുക. അവരവരുടെ സ്വന്തം സ്ഥലത്ത്, അവരെ അക്യൂർ ചെയ്തിരിക്കുന്ന അവരുടെ സ്വന്തം സ്ഥലത്ത് തന്നെ വീട് പണിയുന്നു. ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഈസ് ആസ് പെർ ദ പ്ലാൻ ആൻഡ് ഡിസൈൻ ഓക്യുപ്പൈ ദ മെമ്പർ. അവരുടെ, അതായത് മെമ്പറിന്റെ പ്ലാന്, മെമ്പർ എഞ്ചിനീയർമാരെയൊക്കെ വെച്ചുകൊണ്ട് അവർ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന പ്ലാനിന്റെ പുറത്താണ് ഈ വീട് നിർമ്മിക്കുന്നത്. ദ മെമ്പർ പ്ലെഡ്ജ് ദെയർ ഹൗസസ് ആസ് സെക്യൂരിറ്റി ഓഫ് ലോൺ. അവരുടെ ആ സ്ഥലത്ത് പണിയുന്ന ആ വീടാണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് പ്രിവെയിൽ. ഇവിടെ സ്വന്തമായിട്ടുള്ള ഓണർഷിപ്പ് എന്താണ്? ഇല്ല. ദ സൊസൈറ്റി അക്വയർ ദ ലാൻഡ് ആൻഡ് കൺസ്ട്രക്ട് ദ ഹൗസസ് ആൻഡ് സോൾഡ് ഇറ്റ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. സൊസൈറ്റി സ്ഥലം മേടിക്കുന്നത് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ അവരവിടെ വീട് വെച്ചിട്ട് മെമ്പേഴ്സിന് വീട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ദ സൊസൈറ്റി അക്വയർ ലാൻഡ് ആൻഡ് കൺസ്ട്രക്ട് ദ ഹൗസസ് ആൻഡ് ഫിക്സസ് ദ റെന്റ് ആൻഡ് ലെറ്റ് ഔട്ട് ഇറ്റ് മെമ്പേഴ്സ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. അതായത് സൊസൈറ്റി ലാൻഡ് അക്യൂർ ചെയ്യും, അവർ തന്നെ അവിടെ വീട് നിർമ്മിക്കും. എന്നിട്ട് എന്താണ്, സൊസൈറ്റി ഒരു റെന്റ് ഫിക്സ് ചെയ്തുകൊണ്ട്, ഒരു വാടക ഫിക്സ് ചെയ്തുകൊണ്ട് മെമ്പേഴ്സിന് ഇത് കൊടുക്കും. എന്താണ്? അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഒരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണോ, എന്താണ് ഹയർ പർച്ചേസ് സിസ്റ്റം എങ്ങനെയാണോ അതേ രീതിയിൽ കുറേശ്ശെ റെന്റ് കൊടുത്തുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാം. എ ടെനന്റ് ഒബ്റ്റെയിൻ ഓണർഷിപ്പ് ഓൺലി ആഫ്റ്റർ പേയിങ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഹയർ പർച്ചേസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ആ ടെനന്റിന് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്നാണോ അടച്ചു തീരുന്നത് ആ സമയം വരെയും ഈ ഒരു ഓണർഷിപ്പ് ആർക്കാണ്? സൊസൈറ്റിക്കാണ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത് കഴിയുമ്പം ഇതിന്റെ ഓണർഷിപ്പ് ടെനന്റിന് കിട്ടും. അപ്പൊ ഇതാണ് കോപ്പറേറ്റീവ്, എന്താണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി. ദ സൊസൈറ്റി അക്വയർ ലാൻഡ് കൺസ്ട്രക്ട് ഹൗസസ്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റി ലാൻഡ് അക്വയർ ചെയ്യുന്നു, അവിടെ വീടൊക്കെ വെക്കുന്നു. ദ ഹൗസസ് ഓഫ് കൺസ്ട്രക്ടഡ് ആർ അലോട്ടഡ് ടു മെമ്പേഴ്സ് ഓൺ റെന്റൽ ബേസിസ്. ഇവിടെ ഹയർ പർച്ചേസ് ഒന്നുമില്ല, വാടകയ്ക്ക് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റേത് ഹയർ പർച്ചേസ് ബേസിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിയുമ്പം ഈ വീട് മെമ്പറിന്റെ സ്വന്തമാകും. പക്ഷെ ഇവിടെ അങ്ങനില്ല, എന്താണ്, വാടകയ്ക്ക് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതാണ് കോപ്പറേറ്റീവ് ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക്. സൊസൈറ്റി അഡ്വാൻസ് ദ ലോൺസ് ടു മെമ്പേഴ്സ് ഓൺ ദ മോർഗേജ് ഓഫ് ഹൗസ് ഓൾറെഡി പെയ്ഡ് ബൈ ദം ഫോർ അഡീഷൻ, റിപ്പയർ, റിമൂവൽ. അതായത് എന്താണ്, സൊസൈറ്റി അഡ്വാൻസ് ദ ലോൺസ് ടു മെമ്പേഴ്സ് ഓൺ ദ മോർഗേജ് ഓഫ് ഹൗസസ് ഓൾറെഡി പെയ്ഡ് ബൈ ദം ഫോർ അഡീഷൻ, റിപ്പയർ, റിമൂവൽ. അതായത് ആ സൊസൈറ്റി ഓൾറെഡി അവിടെ പണയം വെച്ചിരിക്കുന്ന വസ്തുവിന്മേൽ അഡീഷൻ ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആ ഹൗസിന് റിപ്പയർ നടത്താൻ വേണ്ടിയിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുക. അത്തരത്തിലുള്ള ലോണുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതാണ് കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇതൊന്ന് എഴുതിയെടുത്തേക്കണേ. അടുത്തതാണ് ഹഡ്കോ. ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഹഡ്കോ? ഹഡ്കോ എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഡാഷ് ഈസ് ദ ഗവൺമെന്റ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു ഗവൺമെന്റ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹഡ്കോ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ദ ഇയർ ഇൻ വിച്ച് ഹഡ്കോ സെറ്റപ്പ്. ഏത് വർഷമാണ് ഹഡ്കോ നിലവിൽ വന്നത്? 1970. ഹഡ്കോ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഹഡ്കോയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂഡൽഹി. വാട്ട് ടൈപ്പ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റി പ്രൊമോട്ടഡ് ബൈ ഹഡ്കോ? ഹഡ്കോ പ്രൊമോട്ട് ചെയ്ത ഹൗസിംഗ് സൊസൈറ്റീസ് ഏത് ടൈപ്പിലുള്ളതാണ്? ലാറി ബെക്കർ ടൈപ്പ് ഹോംസ്. ലാറി ബെക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം
ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗത്തിലൂടെ, ഏറ്റവും ചെലവ് കുറഞ്ഞ മാതൃകയിൽ എന്താണ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ആ ഒരു കേരളത്തിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. എന്താണ് കേരളത്തിൽ നിലവിൽ വന്ന ഒരു ഹൗസ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മോഡൽ കൊണ്ടുവന്ന ഒരു എഞ്ചിനീയർ ആണ് ലാറി ബെക്കർ. അദ്ദേഹത്തിന്റെ ആ ഡിസൈൻ രൂപത്തിലുള്ള വീടുകളാണ് ഹഡ്കോ പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്തതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB എന്ന് പറയും. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ഫോർമേഷൻ ഓഫ് NHB? NHBയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? രംഗരാജൻ കമ്മിറ്റി. ഏതാണ്? രംഗരാജൻ കമ്മിറ്റി. ദ ഇയർ ഇൻ വിച്ച് NHB എസ്റ്റാബ്ലിഷ്ഡ്. NHB നിലവിൽ വന്ന വർഷം ഏതാണ്? 1988. ഏത് വർഷമാണ്? 1988. സ്റ്റേറ്റ് ദ ആക്ട് നമ്പർ ഓഫ് NHB ആക്ട് ഓഫ് 1987. 1987 NHB ആക്ട്. അതിന്റെ ആക്ട് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 53. ദ ഇയർ ഇൻ വിച്ച് NHB ഫോംഡ്. ഏത് വർഷമാണ് NHB നിലവിൽ വന്നത്? ജൂലൈ 9, 1988. ചില ബുക്കിൽ ജൂലൈ 1 എന്നും പറഞ്ഞിട്ടും കിടപ്പുണ്ട്. PSC ആ പ്രാവശ്യം കൊടുത്തതിനകത്ത് ഓപ്ഷനകത്ത് ജൂലൈ 1 എന്നുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇവർ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് ജൂലൈ 9, 1988. വേർ ഈസ് ദ ഹെഡ് ഓഫീസ് ഓഫ് NHB? NHBയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ന്യൂഡൽഹി. NHB ഓൺലി ഓൺഡ് ബൈ. നേരത്തെയുള്ള ബുക്കിലൊക്കെ RBI എന്നാണ് കൊടുത്തിരുന്നത്. എന്നാൽ 2017 ജൂലൈക്ക് ശേഷം ഇതൊരു ഫുള്ളി ഗവൺമെന്റ് ഓൺഡ്. നേരത്തെ ആണെങ്കിൽ 50% RBIക്കും 50% ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും അങ്ങനെയൊക്കെയായിരുന്നു ഷെയർ. പക്ഷെ ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് സ്ഥാപനമാണ് NHB. ഹൗസിംഗ് ന്യൂസ് ക്വാർട്ടർലി ജേണൽ ഓഫ്. ഹൗസിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ആരുടെ ക്വാർട്ടറായിട്ടുള്ള ജേണലാണ്? അതായത് 3 മാസം കൂടുമ്പം പ്രസിദ്ധീകരിക്കുന്ന ജേണലാണ് ഹൗസിംഗ് ന്യൂസ്, NHB. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓൾ ഹൗസിംഗ് കമ്പനി രജിസ്റ്റേർഡ് വിത്തിൻ NHB അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട്. എല്ലാ ഹൗസിംഗ് കമ്പനിയും എന്താണ് NHB രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ആൻസർ 29A. ഏതാണ്? 29A. ഇത്രയും ഇതിനകത്ത് കൂടുതലും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്തതായിരിക്കാം. എന്നോട് ഒരുപാട് പേര് സ്റ്റഡി മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട്. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തതല്ല. ഇത് ഞാൻ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തു നിന്നും പ്രിപ്പയർ ചെയ്തത് മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് പഠിക്കാൻ ആരും മടി കാണിക്കരുത്. ഇത് പഠിക്കാൻ മടി കാണിക്കില്ല എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.